വളരെ പ്രധാനപ്പെട്ട താങ്കൾ ഒരു വീട്ടിൽ പോകുന്നു, താങ്കൾ ഒരു പുരുഷന്മാർക്ക് ഒരു മാതൃകയായ രീതിയിൽ പാത്രം കഴുകി വെക്കുന്നു. ഇപ്പൊ അതുകുറിച്ച് കുറെ ട്രോള് വരുന്നു. ഇതിനെങ്ങനെയാണ് കാണുന്നത്? അതിനുശേഷം വന്ന ട്രോളുകൾ, അതിനുശേഷം താങ്കൾ പ്രതികരിച്ചിട്ടില്ല ഈ വിഷയത്തിൽ? അല്ല, അതില് പാർട്ടിയിൽ VMS-ഉം സുന്ദരയും ഇവരെല്ലാം പാർട്ടി ഓഫീസുകൾ ചെയ്തിട്ടുള്ളതാണ്. ബോംബെയിൽ പാർട്ടി കമ്മ്യൂണായിട്ടാണ് അവർ ജീവിച്ചിട്ടുള്ളത്. അവിടുത്തെ എല്ലാ ജോലിയും പാർട്ടി നേതാക്കന്മാരാണ് അടിച്ചുവാരുന്നത് മുതൽ. അതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ട്രഡീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രഡീഷനിൽ ഇങ്ങനെ തലയ്ക്കലുള്ള ഒരു ബേബിയായിട്ടുള്ള ഞാൻ ഇത്തരത്തിലുള്ള ചില മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നത് ഏതെങ്കിലും ഒരു ഫോട്ടോ സെഷന് വേണ്ടിയിട്ടോ ഒരു നവമാധ്യമങ്ങളിലുള്ള പ്രചാരത്തിന് വേണ്ടിയോ അല്ല. ഇപ്പം പല വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു, ചിലയിടത്ത് പാത്രം കഴുകാൻ പറ്റിയില്ല, കാരണം ഇലയിലാണ് വന്നത്. ഇപ്പോൾ ഇല കഴുകി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പാർട്ടി ഓഫീസിലും വീട്ടിലും ഒക്കെ ഞാൻ മാത്രമല്ല എത്രയോ പേര് ചെയ്യുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞു, സുനിൽ പിള്ളയുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്, പക്ഷേ ഒരു പബ്ലിക് ഇന്റലക്ച്വലാണ്. MN വിജയൻ മാഷക്കും അഴീക്കോട് മാഷക്കും ഒക്കെ ശേഷം ആളുകൾ ഏറ്റവും കൂടുതൽ താല്പര്യപൂർവ്വം കേൾക്കുന്ന പ്രഭാഷണമാണ് സുനിൽ പിള്ളയുടേതിൻ്റെത്. അങ്ങനെ പ്രഭാഷണം നടത്തണമെങ്കിൽ ഒരുപാട് ഗവേഷണം നടത്തണം, ഒരുപാട് വായിക്കണം, ഒരുപാട് ജോലി ചെയ്യണം. പിന്നെ കാലടി സർവകലാശാലയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ ജോലി തിരക്കുകൾക്കെല്ലാം ഇടയിൽ വീട്ടിൽ മുറ്റം വൃത്തിയാക്കുന്ന ഉൾപ്പെടെയുള്ള ജോലി അദ്ദേഹം ഊഴം വെച്ചെടുത്ത് വിഭജിച്ചെടുത്ത് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അത് ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അപ്പം അത് ജീവിതശൈലിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അതിനകത്ത് രണ്ടാണ്. ഒന്ന്, ഈ കാണാപ്പണിയെല്ലാം എടുക്കേണ്ടത് സ്ത്രീയാണ് എന്ന് നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ പാലിക്കുന്ന രീതിയാണ്. നിങ്ങൾ ആരെങ്കിലും പാത്രം കഴുകി വെക്കുന്നവരായിട്ടുണ്ടാവുമെങ്കിൽ ഞാൻ പിൻവലിച്ചു. അപ്പം ഇത് സ്ത്രീകൾ മാത്രം ചെയ്യേണ്ടതല്ല, പുരുഷന്മാരും വിഭജിച്ചെടുത്ത് ചെയ്യേണ്ടതാണ്. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നമ്മളിത് പഠിപ്പിക്കണം. ഇപ്പൊ പാഠപുസ്തകത്തിൽ അതുണ്ട്, കുട്ടികൾ വീട്ടിലെ ജോലികൾ സഹകരിക്കണമെന്നുള്ളത്. മറ്റൊന്ന്, ഈ മാനുവൽ ലേബർ, കായികമായ അധ്വാനം നമ്മളെല്ലാം ചെയ്യണം. ഇതൊക്കെ മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയമാണ്. അപ്പൊ ഈ രണ്ട് പ്രയോജനമാണ് ഞാൻ ഈ പാത്രം കഴുകുന്നതിലൂടെ ആർജിക്കണമെന്ന് കിട്ടണമെന്ന് ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പൊ മൂന്നാമതൊരു പ്രയോജനം കൂടിയുണ്ട്. എന്നെ പരിഹസിച്ചും ഭർസിച്ചും കുറച്ചു പേർക്ക് മാനസിക സുഖം കിട്ടി. അപ്പൊ എന്നെ കൊണ്ട് അങ്ങനെ ഒരു പ്രയോജനം കുറച്ചു പേർക്ക് ഉണ്ടായല്ലോ. എന്നെ കുറച്ച് പറയുമ്പോൾ അവർക്കൊരു സുഖം. അപ്പൊ കുറെ പേർക്ക് മനസ്സുഖത്തിന് ഞാനൊരു ഇരയായല്ലോ എന്നുള്ളതിന്റെ പേരിലും എനിക്ക് സന്തോഷമുണ്ട്. ഒറ്റ കാര്യം കൂടി, സോണിയാഗാന്ധി വിഷയത്തിൽ താങ്കൾ ഒരു നിലപാട് കൃത്യമായിട്ട് എടുത്തിരുന്നു. അനാവശ്യമായിട്ട് ഒരാളുടെ പേര് വലിച്ചെടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ അതൊരു കൃത്യമായിട്ടൊരു സ്റ്റാൻഡായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഈ നിയമസഭയിലടക്കം ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ സോണിയാഗാന്ധിയെ ആക്രമിക്കുന്നു എന്നുള്ള ഒരു കാര്യം അവിടെ നിയമസഭയിലടക്കം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പാർട്ടി ജനറൽ സെക്രട്ടറി എടുത്ത സ്റ്റാൻഡ് അല്ല മറ്റുള്ളവർക്ക്. എന്താണ് അല്ല, അതില് ഈ അവരെല്ലാം ഉന്നയിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവരൊന്നും സോണിയാഗാന്ധി ലക്ഷ്യം വെച്ചുകൊണ്ടല്ല.